ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി സ്നാക്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്നാക്സാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അതിലേക്ക് കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കപ്പിന് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഈ ഒരു കപ്പിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് നല്ലോണം പൊടിച്ചിട്ട് ഇടാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഓപ്ഷണലാണ്. ഇതുകൂടി ഇട്ടുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ബിസ്ക്കറ്റ് നല്ലോണം പൊടിച്ചിട്ട് മിക്സിയിട്ട് അടിക്കൊന്നും വേണ്ട, ഇതിലങ്ങനെ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പാലാണ്. അപ്പോൾ സാധാ തണുത്ത പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് പാൽ ഒഴിച്ചെടുത്ത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഞാൻ കപ്പിന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സാധാ വെള്ളം തന്നെ, പച്ചവെള്ളം തന്നെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പാലിൻ്റെ പകരം നിങ്ങൾക്ക് വെള്ളം തന്നെ ഉപയോഗിക്കുക. പാൽ ഒഴിവാക്കിയിട്ട് പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം, സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം ഈസ്റ്റ് ഇട്ടതുകൊണ്ട് നമുക്ക് എന്തായാലും 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ പറഞ്ഞത് സ്റ്റീം ചെയ്ത് വെക്കുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി 1/4 ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നമ്മൾ നേരത്തെ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ച ആ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ച് വെള്ളം നല്ല ചൂടായതിന് ശേഷം നടുവിലൊരു ഇത് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഹോളുള്ളതാണെങ്കിൽ അത് അടക്കണം കേട്ടോ, നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് അണ്ടിവേരിപ്പ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കാം. ഇത് അടച്ചിട്ട് 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എപ്പോഴും ആവിയിൽ വേവിക്കുന്ന നമുക്ക് സ്നാക്സുകൾക്ക് നല്ലൊരു സ്വാദുമാണ്, പിന്നെ ഹെൽത്തി ആണല്ലോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിന്ന് ഒരു ടൂത്ത് പിന്നെടുത്ത് കുത്തി വെക്കുമ്പം മാവൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ചൂടാറിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ കേക്കൊക്കെ പഴം കേക്കൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ പുട്ടുപൊടിനോട് പെട്ടെന്ന് സ്നാക്സ് ഈവനിങ്ങിനൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബായ്. അപ്പോൾ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.